നമസ്കാരം. നമ്മൾ പടിപടിയായി സെൽഫ് ഡിഫൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെൽഫ് ഡിഫൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് മെയിനായിട്ട് നമുക്ക് എന്ത് വേണം? എന്താ വേണ്ടത്? നമുക്കൊരു കായിക ക്ഷമത ഉണ്ടായിരിക്കണം. ഇൻഡുറൻസ് അതായത് ഫിറ്റ്നസ് വേണം. നമുക്ക് എല്ലാ കാര്യങ്ങളും ഫാസ്റ്റായിട്ട് ചെയ്യാൻ പഠിക്കണം. സ്പീഡ് വേണം. എപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന എതിരാളി നമ്മളെ അറ്റാക്ക് ചെയ്യും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ വേണം നമ്മൾ കരുതിയിരിക്കണം. ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടായിരിക്കണം. വിശ്വാസം അല്ല, ചിന്ത. നമ്മുടെ മുമ്പിൽ ഒരാൾ നിൽക്കുന്നുണ്ട്, അയാൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്, അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോൾ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതെല്ലാം മനസ്സിലുണ്ടാവണം. കുറേ പഠിച്ചിട്ട് അതൊന്നും പ്രവർത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോയി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റണം. അപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എനിമിയായിട്ട്, ശത്രുവായിട്ട് തന്നെ നമ്മളെ കാണണം. അവിടെ പോയിട്ട് അന്തം വിട്ട് ശ്രദ്ധയില്ലാതെ അലക്ഷ്യമായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടി കിട്ടും. പെട്ടെന്ന് മാറാനും അല്ലെങ്കിൽ തിരിച്ചടിക്കാനും അല്ലെങ്കിൽ അത് ഡിഫെൻഡ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കണം. പിന്നെ അടുത്ത് നിൽക്കുമ്പോൾ എന്താണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, അടുത്ത് നിൽക്കുമ്പോൾ ചില സംസ്ഥാനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, മറ്റ് പല സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് റേഞ്ചിൽ നിന്ന് ചിലപ്പോൾ അവർ തല കൊണ്ടടിക്കും. അതിന് ഡിച്ച് എന്ന് പറയും. തല കൊണ്ടടിച്ച് നമ്മളെ പരിക്കേൽപ്പിക്കും. അപ്പോൾ അധികം അടിക്കുന്നത് എവിടെയാ? തലയുടെ ഈ ഭാഗം കൊണ്ട് അടിക്കും, നിറം തലയും കൊണ്ട്. അപ്പോൾ അവർക്ക് വലിയ ക്ഷത ഏൽക്കില്ല. അടിക്കുന്നത് മൂക്കിനായിരിക്കും. ഇത് സോഫ്റ്റ് ആണ്, ഒറ്റ വലിയും വലിക്കും. ഹൈറ്റ് കൂടി ആൾക്കാരുടെ നിൽക്കും, പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് കർണാടകത്തിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്, പല സ്ഥലത്തും ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കില്ല, ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒറ്റ വലിക്കലാണ് തല, ഒരു താത്തല്. അപ്പോൾ നമ്മുടെ മൂക്ക് പൊട്ടി ബ്ലഡ് വരും, നമ്മുടെ കോൺസെൻട്രേഷൻ ചിലപ്പോൾ പോവും, നമ്മൾ എന്താവും, ബോധം കെട്ടുപോകും. ചില ആൾക്കാർ, പേടിയുള്ള ആൾക്കാരില്ല, ബ്ലഡ് കാണുമ്പോൾ ബ്ലഡ് നിൽക്കാതെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നല്ല ശ്രദ്ധ വേണം. സ്പിരിറ്റ്, ഇൻഡ്യൂറൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അതിൻ്റെ കൂടെ സെൽഫ് ഡിഫൻസും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം വരും. എപ്പോഴും കരുതലോടുകൂടി ജീവിക്കുക. പ്രത്യേകിച്ച് സൈന്യത്തിലേക്ക് പോകേണ്ട നിങ്ങൾ എപ്പോഴും കരുതലോടുകൂടി തന്നെ ജീവിക്കുക. ആ കരുതൽ നിങ്ങൾക്ക് എപ്പോൾ, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു സോൾജിയറും നല്ലൊരു നിരീക്ഷകനായിരിക്കണം. എന്ത് കണ്ടാലും മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു ദൂരക്കാഴ്ച വേണം നമുക്ക്. പല സ്ഥലത്തും നമ്മൾ ഒറ്റയ്ക്ക് ഡ്യൂട്ടിക്കൊക്കെ പോണ്ടി വരും. അപ്പോൾ നമുക്കൊരു കരുതലുണ്ടായിരിക്കണം, ഒരു ദൂരക്കാഴ്ച ഉണ്ടായിരിക്കണം, നമ്മൾ നിരീക്ഷകനായിരിക്കണം. ഇതിലാണ് പൊതുവെ നമുക്ക് പറയാനുള്ളത്. പക്ഷേ ഇങ്ങനെ പഠിക്കുന്നതോടുകൂടി മറ്റുള്ള ആൾക്കാരെ ആവശ്യമില്ലാതെ ഉപദ്രവിക്കാൻ പാടില്ല. എന്ത് പഠിച്ചാലും കുറേ കാര്യങ്ങൾ, ഈ അണ്ണാമഡ് കോമ്പാറ്റിലെ കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. അത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് യാതൊരു കാരണവശാലും പോകാൻ പാടില്ല. അതായത് ഇപ്പോൾ നമ്മൾ പഠിച്ചു, ഇങ്ങനെ തടുക്കാൻ പഠിച്ചു അല്ലേ? ഓരോ കാലം മാറിയിട്ട് ഇങ്ങനെ തടുക്കാൻ പഠിച്ചു. അപ്പം നന്നായിട്ട് അമർന്ന് നിൽക്കണം. മറ്റേ കൈ ഓപ്പോസിറ്റ്, തടുക്കുന്നതിന് ഓപ്പോസിറ്റ് കൈ ചെസ്റ്റിൽ വരണം. കാരണം ഇവിടെ ഈ ഭാഗത്ത് നമ്മളെ കൈ വേണം. കാരണം അടിക്കാൻ വരുന്ന പെട്ടെന്ന് ഈ ഭാഗത്തേക്ക് കിക്ക് കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ബ്ലോക്ക് പഠിച്ചിട്ടുണ്ട്. ബ്ലോക്ക് ചെയ്യാൻ പറ്റണം. പിന്നെ ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണം. ഇവിടെയാണ് ഏറ്റവും മർമ്മപ്രധാനമായ പോയിന്റുകൾ. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി എപ്പോഴും കൈ ഇങ്ങനെ ഉണ്ടാവും. ഇനി അങ്ങനെ അടിക്കുന്ന സമയത്ത് ഭയങ്കര ശക്തിയുള്ള ആളാണ്, നമുക്ക് 2 കൈ കൊണ്ട് തടുക്കേണ്ടി വരും. ഒരാൾ അടിക്കുമ്പോൾ അവൻ്റെ ഒരു കൈ നമ്മൾ 2 കൈ കൊണ്ട് തടുക്കേണ്ടി വരും. അടിക്കും എടുത്താ 2 കൈ കൊണ്ട്. ഈ അടിയിൽ അവന് കൈ തളരാനുള്ള സാധ്യതയുണ്ട്. കാരണം 1 ഈ പോയിന്റ്, 2 ഈ പോയിന്റ്. ഇവിടെ അടിക്കുന്നുണ്ടാ, ഈ 2 അടി അടിക്കുമ്പോൾ കൈ തളർന്നു പോകും, ബലക്ഷയം സംഭവിക്കും കൈക്ക്. എത്ര കരുത്തനായാലും ഈ 2 പോയിന്റിലേക്ക് നമ്മൾ ശക്തിനെ അടിക്കുക. അടി മറ്റേ ഉണ്ടാ, അടി 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 അടി. ഇപ്പോഴെല്ലാം നമ്മുടെ നോട്ടം അവന്റെ കണ്ണിലായിരിക്കണം നോട്ടം. താഴോട് നോക്കി തടുത്തെടുത്ത് പോയിട്ട് കാര്യമില്ല. അപ്പൊ വേറെ അടി വരും. ഇപ്പൊ നിങ്ങളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തായിരിക്കും? വലത് കാൽ കയറി അടിക്കുമ്പോൾ ഇടത് കാൽ പുറകോട്ട് മാറണം. ബോഡി ബെൻഡ് ആക്കണം. ഇതേട്ടാ, ഈ കൈ ഇവിടെ ഉണ്ടാവണം. ഇത്രയും നമ്മൾ ബെൻഡ് ആവണം. അപ്പൊ യാതൊരു കാരണവശാലും ഫേസിലേക്ക് വരില്ല. കാണുന്നുണ്ടോ? ഇതിങ്ങനെ ബെൻഡ് ചെയ്ത് ഇങ്ങനെ നിൽക്കണ്ട. ഇങ്ങനെ നിൽക്കുമ്പോൾ മുഖത്തേക്കാണ് നോട്ടം. മുഖത്ത് നോക്കണം. സ്റ്റെപ്പിലേക്ക് പോവാണ്. അപ്പൊ ഇന്നലെ നമ്മളെ കൈ വീശാൻ പഠിക്കും അല്ലേ? ഇനി കൈ വീശിയാൽ പോരാ, ഇനി ഒരാൾ കൈ വീശി അടിക്കും നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പഠിക്കണം. അത് തട എന്ന് പറയും. അടിയും തടയും. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അണ്ണാമഡ് കോമ്പാറ്റ് ഇത് പഠിച്ചേ പറ്റും. ഏതൊരു സൈനികനും ഇത് പഠിച്ചേ പറ്റും. കാരണം നമ്മൾ ഒറ്റയ്ക്ക് പല സ്ഥലത്തും പോകുന്നു. നമ്മളെപ്പോഴും തനിച്ചാണ്.
അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. അപ്പോൾ അതിന് വേണ്ടത് മെയിനായിട്ട് ഒന്നാമത്തെ കാര്യം നമ്മളെല്ലാവരും തന്നെ നല്ലൊരു നിരീക്ഷകരായിരിക്കണം. ഏതൊരു സൈനികനും നല്ലൊരു നിരീക്ഷകനായിരിക്കണം. കാരണം നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മൾ അടുത്തേക്ക് ആരെങ്കിലും വരുന്നത് നമുക്കത് അറിയാൻ കഴിയണം. അന്തം വിട്ട് കളിക്കാതിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ചതിയിൽ പെട്ടുപോകും. അപ്പോൾ നല്ലൊരു നിരീക്ഷകനായിരിക്കണം, നല്ല ഫിറ്റ്നസ് വേണം, അതായത് നമ്മുടെ ഇൻഷുറൻസ് ലെവൽ അത് വേണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മാത്രമേ ആയോധന കലകൾ പഠിച്ചാൽ അത് നമുക്ക് കൃത്യമായിട്ട് പ്രയോഗിക്കാൻ പറ്റും. നല്ല സ്പീഡ് വേണം, നല്ല ബുദ്ധി വേണം, എല്ലാം ടെക്നിക്കാണ്. ടെക്നിക്കാണ് കൂടെ, പവർ മാത്രം പോരാ, ടെക്നിക്ക് വേണം. പിന്നെ അതോടൊപ്പം തന്നെ നല്ലൊരു നിരീക്ഷണം നമുക്ക് വേണം. നമ്മൾ ഒരാളായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരാൾ വരുന്നുണ്ടോ, അല്ല അവർ ഏത് ആയുധം ഉപയോഗിക്കും, അടുത്തുനിന്നാണോ സംസാരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മൾ നേരെ നിന്ന് കണ്ണിൽ നോക്കി സംസാരിക്കണം. അത് അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഈ പൊസിഷനിൽ നിൽക്കണം. എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റണം. അല്ലാണ്ട് അന്തം വിട്ട് നമ്മൾ ഇങ്ങനെ പോയി നിൽക്കാൻ പാടില്ല. നല്ലൊരു കോൺസെൻട്രേഷൻ, ഇതേ രീതിയിൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം. അതുപോലെ തന്നെ കണ്ണിൽ നോക്കി സംസാരിക്കണം. അതെന്താ കാരണം? നിങ്ങൾക്ക് അറിയില്ല അയാൾ ഏത് കൈ കൊണ്ട് അടിക്കാമെന്ന്. ചിലപ്പോൾ ഇടത് കൈ കൊണ്ട് അടിക്കും, വലത് കൈ കൊണ്ട് അടിക്കും. നിങ്ങൾ വലത് കൈ കൊണ്ട് അടിക്കുന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ നിൽക്കും. അപ്പോഴായിരിക്കും മറ്റേ ഇടത് കൈ പാങ്ങുള്ള ആളായിരിക്കും. അപ്പോൾ ഇടത് കൈ കൊണ്ട് അടിക്കും, അപ്പോൾ നിങ്ങൾ കൊള്ളും. അപ്പോൾ ഏത് കൈക്ക് വന്നാലും നമ്മൾ റെഡി. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നല്ല കോൺസെൻട്രേഷൻ വേണം. ഏത് കൈക്ക് അടി വന്നാലും ഒന്നുകിൽ നമ്മൾ മാറണം, അല്ലെങ്കിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയണം. അടിക്കുന്ന സമയത്ത് നമുക്ക് അത് ബ്ലോക്ക് ചെയ്യാം. ബ്ലോക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഇഞ്ചുറി വരുന്ന രീതിയിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാം.